100 ആയിരുന്നു ആ ആർട്ടിക്കിളുടെ പ്രൈസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡർ 10% ഇൻക്രീസ് ചെയ്തു. എന്താണ് 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 110 ആയില്ലേ, 110. ഇനി ഈ ഇൻക്രീസ് ചെയ്ത 110 അല്ലെങ്കിൽ 110ൻ്റെ 10% കേട്ടോ. ആ ഇൻക്രീസ് ചെയ്തതിൻ്റെ 10% കേട്ടോ, 10%. ഈ 110ൻ്റെ 10% എത്ര ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 110ൻ്റെ 10% എന്ന് പറയുന്നത് എത്ര? ഓക്കെ, കിട്ടിയോ? 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 11. 110ൻ്റെ 10% എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് 10%. 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 കിട്ടി. അതായത് ആക്ച്വൽ പ്രൈസ് 110 എന്ന് പറഞ്ഞ പ്രൈസ് അദ്ദേഹം കൊടുക്കണ്ട, അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന ആൾ കൊടുക്കണ്ട. പകരം എത്ര കൊടുത്താൽ മതി? 10% കുറഞ്ഞ, അതായത് 11 രൂപ കുറച്ച് കൊടുത്താൽ മതി. അതായത് 11 രൂപ കുറച്ച് കൊടുത്താൽ മതി. അതായത് 110 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 110 കുറയ്ക്കണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക 11. എത്ര കിട്ടിയ? 99 എന്ന് കിട്ടും. 99 എന്ന് കിട്ടും. അതായത് 100 രൂപയ്ക്ക് അദ്ദേഹം വിറ്റിരുന്ന ഒരു ആർട്ടിക്കിൾ അദ്ദേഹം ഈ പറഞ്ഞ ട്രേഡ്, ഈ പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം വിൽക്കുന്നത് എത്രയാണ്? 99 രൂപയ്ക്കാണ്. 99 രൂപയ്ക്ക്. 100 രൂപയുള്ള സാധനം 99 രൂപയ്ക്കാണെങ്കിൽ ഇത് പെർസെൻറ്റേജിൽ 100 നമ്മളെടുത്ത് 100% ഉള്ളൊരു സാധനം അദ്ദേഹം 99% വിൽക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായത്? ലോസാണ് ഉണ്ടായത്. എന്താ ഉണ്ടായത്? ലോസാണ് ലോസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഡി ആണ് ഓപ്ഷൻ. 1% അദ്ദേഹത്തിന് ലോസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതാ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അതായത് 81, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 81/3/4 ഇതാണ് ക്വസ്റ്റ്യൻ. 81/3/4 എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയർ കാണാൻ, സ്ക്വയർ റൂട്ട് കാണാനൊക്കെ അറിയും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ആയി എഴുതാം. അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിനൊന്ന് മാറ്റി കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. ഈ 3/4നെ ഞാൻ 1/4 × 3 എന്ന് എഴുതി. 1/4 × 3. അപ്പോൾ എന്തായി? ആ 3/4 തന്നെയല്ലേ? ഓക്കെ, ഇനി 81ൻ്റെ 81/1/4 എന്ന് എഴുതി. 81/1/4 ഹോൾ റേസ് ടു 3. 81/1/4 റേസ് ആണ് 1/4 ഹോൾ റേസ് ടു 3. ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരിക? 81നെ ക്യൂബ് റൂട്ടും അല്ല 4 വട്ടം, അല്ലെങ്കിൽ ഏത് നമ്പറിനെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഏത് നമ്പറിനെ 4 തവണ ആ നമ്പറിനെ, സെയിം നമ്പറിനെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 81 കിട്ടുക. ഏത് നമ്പറിനെ 4 തവണ ചെയ്താലാണ് കിട്ടുക. ഇന്ന് നോക്ക്, സിമ്പിളാണ്. അതിനിങ്ങനെ ഉണ്ട് ചെയ്ത് ആദ്യം അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. 4 തവണ എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 4 എന്ന് പറയുന്നത് എന്താടാ? 4 എന്ന് പറയുന്നത് 2 × 2 അല്ലേ? 2 × 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം സ്ക്വയർ റൂട്ട് കാണാം. 81ൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എത്ര കിട്ടുക? 9 കിട്ടും. അതായത് 9 × 9 ആണ് എന്ത്? 81. ഈ 9 എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 3 × 3. മനസ്സിലായോ? വിച്ച് മീൻസ് എന്താ? 3/4 എന്ന് പറയുന്നതാണ് എന്ത്? 3/4 എന്ന് പറയുന്നതാണ് എന്ത്? 81. അതായത് 3 × 3 × 3 × 3 കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് കിട്ടി, ഫസ്റ്റ് സാധനം കിട്ടി 81/1/4 എന്ന് പറയുന്നത്. 81 ഇവിടെ എഴുതി തരാം. 81/1/4 എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3 ക്യൂബ് കാണണം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് 1/4 അല്ല ചെയ്യേണ്ടത്, 3/4. അതിന് നമ്മൾ മാറ്റി പുറത്തേക്ക് എടുത്തിട്ടാണ് 1/4 × 3 എന്നാക്കിയത്. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ചെയ്ത് വീണ്ടും ഒരു നമ്പറോട് സ്ക്വയർ ആണെങ്കിൽ അവിടെ m × n നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കേണ്ടതാണ്. അത് അറിയുന്നൊരു റൂളാണ്. വീണ്ടും 3 ക്യൂബ് കാണണം. 3 ക്യൂബ് കാണുമ്പോൾ എത്ര വരുന്നത്? 3 ക്യൂബ് എത്രയാടാ? 3 ക്യൂബ്
നമുക്കറിയാവുന്നതാണ്. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 9 × 3 ഒരു 9, 2, 18, 3, 27. ഓപ്ഷനിൽ 27 ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ 27 ഉണ്ടോ നോക്കാം. 27 ഓക്കെ. 27 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 56 വർക്കേഴ്സ് ഒരു വർക്ക് ചെയ്യുന്നത് 14 ദിവസം കൊണ്ടാണ്. 56 വർക്കേഴ്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 14 days. 14 days കൊണ്ട് 56 വർക്കേഴ്സ് കൂട്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വർക്കേഴ്സ് വിൽ ബി നീഡഡ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 8 days? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, എത്ര വർക്കേഴ്സ് വേണമെന്നുള്ളതാണ് ചോദിച്ചത്. അതായത് എത്ര വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് ഈ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഹൗ മെനി മോർ വർക്കേഴ്സ് എന്നാണ് ചോദിച്ചത്. അതായത് 56 വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. 56 വർക്കേഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് 56 വർക്കേഴ്സ് ഇപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ 56 വർക്കേഴ്സ് ഒരു ടാസ്ക് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 14 ദിവസമാവും തീരാൻ. പക്ഷേ ഹൗ മെനി മോർ വർക്കേഴ്സ് വിൽ ബി നീഡഡ് ടു കംപ്ലീറ്റ് ദ സെയിം ടാസ്ക് ഇൻ, ഇതേ ടാസ്ക് 8 ദിവസം കൊണ്ട് തീരണം. 8 ദിവസം കൊണ്ട് തീരണമെങ്കിൽ എത്ര വർക്കേഴ്സ് വേണം? ഓക്കെ, 56 വർക്കേഴ്സ് ഉണ്ട്. അവർ 14 ദിവസം കൊണ്ട് പണിതാൽ മാത്രമേ ആ ഒരു വർക്ക് തീരുള്ളൂ. പക്ഷേ 8 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 56 വർക്കേഴ്സ് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഓൾറെഡി 56 വർക്കേഴ്സ് ഉണ്ട്. ഇനി എത്ര കൂടി വർക്കേഴ്സ് വേണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാരണം ഓപ്ഷൻസൊക്കെ അതേപോലത്തെ ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ 56 വർക്കേഴ്സ് 14 ദിവസം കൊണ്ട് അല്ലേ, ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 56 ഇൻറ്റു 14 എത്ര കിട്ടുന്നത്? 56 ഇൻറ്റു 14 ഒന്ന് ചെയ്യൂ, എത്ര കിട്ടുന്നത് നോക്ക്. കിട്ടിയോ? നമുക്ക് 784 എന്ന് കിട്ടുക. 784 എന്ന് കിട്ടും. ഓക്കെ, 784 എന്നാണ് കിട്ടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മനസ്സിലാക്കണം, 784 ആണ്. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 56 ആൾക്കാർ 14 ദിവസം കൊണ്ട് എഴുതുക, 784 എന്നുള്ളൊരു കൗണ്ടിലേക്കാണ് എത്തേണ്ടത്. 784 വർക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി വരയ്ക്കും. 784 കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി വരയ്ക്കും. അതിന് 56 വർക്കേഴ്സ് 14 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് സിമ്പിളാണേ. അതായത് 8 ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര വർക്കേഴ്സ് വേണം? 8 ദിവസം കേട്ടോ. ഇത് 8 ദിവസമാണ്. ഇത് 8 ദിവസം, ഇത് 14 ദിവസം, ഇത് 8 ദിവസം. എത്ര വർക്കേഴ്സ് വേണം? ഒരു എക്സ് ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 784. ഇപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലില്ലേ? എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് തിരിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. അതായത് എക്സ് ഇൻറ്റു 8, ഏതോ നമ്പറിനെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 784 കിട്ടും. അപ്പോൾ 784 784 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ എക്സ് കിട്ടും. അതെത്രയാണ് കിട്ടുന്നത്? അത് 98 ആണ്. അത് 98 ആണ്. ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷനിൽ 98 ഉണ്ട്. പക്ഷേ ഓപ്ഷനിൽ 98, ഓപ്ഷൻ എ 98 ആണ്. പക്ഷേ ഇവിടെ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ സാധനം എക്സ് ആൾക്കാർ, അതായത് 98 ആളുകൾ ഉണ്ടെങ്കിൽ എത്ര കിട്ടിയത് കേട്ടോ? 98 തന്നെയല്ലേ കിട്ടിയത്? ആണോ? 98 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, 98 ആളുകൾ ഉണ്ടെങ്കിൽ ഈ പണി 8 ദിവസം കൊണ്ട് തീർക്കാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 56 വർക്കേഴ്സ് അവിടെ ഉണ്ട്. ഇനി എത്ര ആളുകൾ കൂടി വേണം? അപ്പോൾ മൊത്തം 98 വേണം. അതിൽ 56 വർക്കേഴ്സ് അവിടെ ഉണ്ട്. 56 വർക്കേഴ്സ് ഉണ്ട്. അതായത് എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? 98 മൈനസ് 56 ചെയ്യണം. 98 മൈനസ് 56 ചെയ്യണം. എത്ര കിട്ടുക? 2. അതുപോലെ തന്നെ 42 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. 42 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളാണ്. ഇവിടെ റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്. ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു സീക്വൻസിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോ,
സീക്വൻസ് ഏതാ നമുക്കറിയാം 4, 9, 25, 49, 1, 2, 1. ഓക്കെ, ഇതെന്താടാ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ ആണ്, 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? 2, 3, 5, 2, 3, 5. ഇവിടെ 46 അല്ല 49 ആണ്. ഓക്കെ, 2, 3, 5. അപ്പോൾ നോക്കിക്കോ, ഇതൊരു പ്രൈം നമ്പർ പാറ്റേൺ അല്ലേ പോകുന്നത്, പ്രൈം നമ്പറിൻ്റെ പാറ്റേണിലല്ലേ പോകുന്നത്. അപ്പോൾ 2, 3, 5 ആണെങ്കിൽ അടുത്ത പ്രൈം നമ്പർ 6 ആണോ? അല്ല, 7 ആണ്. അപ്പോൾ 7ൻ്റെ സ്ക്വയർ ആണ് 49, കറക്റ്റാണ്. 7 കഴിഞ്ഞ് 8 ഉണ്ടോ? ഇല്ല, 8 പ്രൈം അല്ല. 9 പ്രൈമാണോ? അല്ല. 10 പ്രൈമാണോ? അല്ല. പ്രൈം നമ്പേഴ്സ് എന്താണെന്നൊക്കെ അറിയുന്നുണ്ടാവില്ലായിരിക്കും. 11 പ്രൈമാണോ? അതെ, 11ൻ്റെ സ്ക്വയർ ആണ് 121. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈം നമ്പർ സീക്വൻസിലെ അടുത്ത നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കില്ല അടുത്ത നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 11 വരെ നമ്മളെത്തി. 12 എന്ന് പറയുന്നത് എന്താണ്? 12 എന്ന് പറയുന്നത് ഒരു പ്രൈമാണോ? അല്ല. ഇവിടെ 12ൻ്റെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. 13 എന്ന് പറയുന്നൊരു പവറാണോ? 13 എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ എന്താ 13 പ്രൈമാണോ? 13 എന്ന് പറയുന്നത് ഒരു പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ 13ൻ്റെ 30ൻ്റെ സ്ക്വയർ എത്രയാണ്? നമുക്ക് 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 169 ആണ്. 169 എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിലുണ്ടോ? നോക്കിക്കോ, ഓപ്ഷനിൽ 169 ഉണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, വായിച്ചോ. Excluding the stoppages, the speed of a bus is 54 km/h and including stoppages it is 45 km/h. How many minutes does the bus stop per hour? മനസ്സിലായോ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്ക്. അതായത് സ്റ്റോപ്പുകളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, സ്റ്റോപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബസ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. എന്നാൽ സ്റ്റോപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബസ് ഓരോ സ്റ്റോപ്പിൽ നിർത്തില്ലേ, സ്റ്റോപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആ ബസ്സിൻ്റെ കിലോമീറ്റർ നമുക്കറിയാം km/h കുറയും, 45 km/h ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റാണ് ഡസ് ദ ബസ് സ്റ്റോപ്പ് പെർ അവർ? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റാണ് ഈ ബസ്, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഈ ബസ് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ അതൊന്ന് കമൻ്റായിട്ട് ഇടണം. ഓക്കെ, എത്ര പേര് കറക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഓഫ് ബസ്, അതായത് സ്റ്റോപ്പേജ് ഇല്ലാതെ, വിത്തൗട്ട് സ്റ്റോപ്പേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് സ്റ്റോപ്പേജ് എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? 54 km/h ആണ്. എങ്ങനെയാണെങ്കിൽ വിത്ത് സ്റ്റോപ്പ് കൂട്ടിയിട്ട് എത്രയായിരിക്കും? 45 km/h ആണ്. 45 km/h ആണ്. അതായത് ഇറ്റ് മീൻസ് എന്താ? ബസ് ട്രാവൽസ് 45 കിലോമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 54 കിലോമീറ്റർ ഇൻ 1 hour. 45 കിലോമീറ്ററാണ് ബസ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. 45 കിലോമീറ്ററാണ് പോകുന്നത് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ആക്ച്വലി മുമ്പിൽ മൊത്തം നമുക്ക് 45 കിലോമീറ്ററാണ് കവർ ചെയ്യാനുള്ളത്. ഈ 45 കിലോമീറ്റർ കവർ ചെയ്യാനേ, 45 കിലോമീറ്ററാണ് മൊത്തം കവർ ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ മൈൻഡിൽ മനസ്സിലാക്കണം. ഈ 45 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 45 കിലോമീറ്റർ കവർ ചെയ്യുന്നത് ബസ് 54 km/h 54 km/h 45 കിലോമീറ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രാക്ഷനിലൊരു നമ്പർ കിട്ടും. 45 കിലോമീറ്റർ 54 km/h പോവുകയാണെങ്കിൽ അത് എത്ര കിട്ടുമെന്ന് നോക്കാം. അതിനുശേഷം നമ്മളത് ഓരോ ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവർ കിട്ടും. ആ അവറിനെ നിങ്ങൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ അവറിനെ നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക. ആ അവറിനെ നമ്മൾ മിനിറ്റിലേക്ക് കണ്ടെടുത്ത് ഇപ്പോൾ ഒരു എക്സ് എന്ന് അല്ലെങ്കിൽ x/y എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക. അതിനെ ഇൻറ്റു 60 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡാഷ് മിനിറ്റ് എന്ന് കിട്ടും. എത്ര മിനിറ്റാണ് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. 9 ആണോ, 12 ആണോ, 10 ആണോ, 6 ആണോ,
എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ചെറിയൊരു ക്ലൂ പറഞ്ഞ് തന്നിട്ടുണ്ട്, നോക്കിയിട്ട് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. മറക്കാതെ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.